നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമ്പഴങ്ങയെക്കുറിച്ചാണ്. ഹോഗ് പ്ലഗ് എന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്പോണ്ടിയാസ് ഡൾസിസ് എന്നതാണ്. ഇത് അനാകാഡേസിയ ഫാമിലിയിലെ ഒരു അംഗമാണ്. ഇന്ത്യയിൽ കേരളം, ബംഗാൾ, ആസാം തുടങ്ങിയ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഒരു വൃക്ഷമാണിത്. നാട്ടിൻ പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്തു വരുന്നു. ഇതിൻ്റെ ഇല മത്സ്യാകൃതിയിലാണ്. ഇത് ഒരു തണ്ടിൽ ഏകദേശം 5 തൊട്ട് 11 ഇലകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ മരപ്പട്ടയ്ക്ക് ചാരനിറമാണ്. അതിന് ഏകദേശം 2 സെൻറ്റിമീറ്ററോളം വീതിയുമുണ്ട്. മിനുസമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ അടിഭാഗം ഉന്തിയ സിരകൾ കാണുന്നതാണ്. ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മങ്ങിയ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. സാധാരണയായി പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇലകൾ കൊഴിയുകയാണ് പതിവ്. മാർച്ച് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ കതിർക്കുലകൾ കാണാറുള്ളത്. സെപ്റ്റംബറോടെ പുതിയ പഴങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അമ്പാഴങ്ങയാണ്. പഴുത്ത് പാകമാകുമ്പോൾ അത് മഞ്ഞ നിറത്തിലായി കാണപ്പെടുന്നു. ഏകദേശം ഗോളാകൃതിയിലാണ് അത് കാണപ്പെടുന്നത്. അതിന് കട്ടിയുള്ള ഒരു കവചവുമുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാംസള ഭാഗവും വിത്തും ചകിരി പോലുള്ള ഭാഗവും അടങ്ങിയിട്ടുണ്ട്. ഔഷധ ഗുണങ്ങൾക്ക് പുറമെ അച്ചാറിടാനും ഉപ്പിലിടാനും ജെല്ലിയായിട്ടും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. പാകമാകാത്ത അമ്പഴങ്ങ ചവർപ്പ് രസവും പുളിരസവുമാണ്. ഇത് പാകമാകുമ്പോൾ, പഴുത്ത അമ്പഴങ്ങയാകുമ്പോൾ അതിന് മധുരരസവും പുളിരസവുമാണ് ഉണ്ടാകുന്നത്. ധാരാളം ധാതുലവണങ്ങളും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതാണ് അമ്പഴങ്ങ. ഫലം, വേര്, തൊലി, ഇല തുടങ്ങിയവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഇല സ്കർവി രോഗത്തിന് ഉത്തമമായൊരു ഔഷധമാണ്. ഇതിന് പച്ചക്കായ രുചിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് ദഹനത്തെ ത്വരിതപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഗ്രഹണി, വയറിളക്കം, പനി, വിഷരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ഉത്തമമായൊരു ഔഷധമാണ്. വിഷമപ്രസവം, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് തുടങ്ങിയ അസുഖങ്ങളിൽ ഇതിൻ്റെ വേര് ഉപയോഗിച്ചു വരുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. അമ്പഴങ്ങ അല്ലെങ്കിൽ ആമ്പഴങ്ങ എന്ന് പറയും, അമ്പഷ്ട എന്ന് പറയുന്നത്. അമ്പഷ്ടാദിഗണം എന്ന് പറഞ്ഞ ആയുർവേദത്തിലൊരു ഒരു യോഗം തന്നെയുണ്ട്. ഈ അമ്പഴങ്ങ ഒരു നല്ല ഔഷധമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റുകൾ, അതിൻ്റെ പുളിയുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ മധുരമുണ്ട്, ചവർപ്പുണ്ട്, ഇതെല്ലാം കൂടിയ ഒരു ചെടിയാണ്. അതായത് മിക്സഡാണ്. അതുകൊണ്ടാണ് ഈ അമ്പഷ്ട എന്ന്. അമ്പഷ്ടൻ എന്ന അർത്ഥം മിക്സഡ് എന്നർത്ഥം. ഈ അമ്പഷ്ട എന്ന പേര് തന്നെ വന്നത് ഒരു സംസർഗജമാണ്. അതായത് ഇത് ചിലപ്പോൾ അത് അങ്ങനെയായിരിക്കാം, 2-3 മറ്റേ ഗുണങ്ങൾ കൂടി ചേർന്ന അർത്ഥം. ഇത് പ്രധാനപ്പെട്ട ഇതൊരു ദീപനമാണ്, വിശപ്പുണ്ടാക്കുന്നതാണ്, രുചി ഉണ്ടാക്കുന്നതാണ്. ഈ അമ്പഴങ്ങ കൊണ്ട് ഈ ഉപ്പിലിട്ടത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ്, നല്ല ദീപനമാണ്. അതായത് ദഹനരസത്തിനെ കൂടുതൽ സ്രവിപ്പിക്കും. മാത്രമല്ല ഇത് ഈ പോഷകമാണ്. ഈ ഇതിൻ്റെ ഫലം മധുരമുള്ള ഫലം കുട്ടികൾക്ക് കൊടുത്ത സ്കർവി എന്ന രോഗത്തിന് നല്ല ഫലപ്രദമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം അറിയുന്നത് ഈ അമ്പഴങ്ങളെ ഈ തൊലി ഇടിച്ചു പിഴിഞ്ഞ നീര് എണ്ണയും ചേർത്ത് തുണിയിൽ മുക്കിയിട്ട് ഈ യോനിയിൽ പ്രസവത്തിന് ശേഷം ഈ യോനിയുടെ സൈഡ് ഭാഗം വിണ്ട് കീറിക്കഴിഞ്ഞാൽ അവിടെ ഈ പിജു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങും. അതിന് അത്ര അധികം ഫലമുണ്ട്. പണ്ട് അങ്ങനെ ചെയ്തിരുന്നത്. അമ്പഴത്തിൻ്റെ ഇല നീരെടുത്തിട്ട് അത് വെളിച്ചെണ്ണ ചേർക്കും, ഒന്ന് ചൂടാക്കും, അതിലൊരു തുണി മുക്കും. എന്നിട്ട് ഈ പ്രസവം കഴിഞ്ഞാൽ അത് ആ യോനിയുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മാക്സിമം ഒരു 3-4 ദിവസം അത് കംപ്ലീറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഒരു അത്ഭുതമായിട്ടൊരു ഔഷധസിദ്ധിയുള്ള ഒരു ചെടിയാണ് ഈ അമ്പഴങ്ങ.